ബി റിട്ടേൺ എക്സാമിനുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മളിത് നോക്കുന്നത്. ഇപ്പൊ ഇതൊരു 50 kVA ട്രാൻസ്ഫോമർ ആണ്. 50 kVA ട്രാൻസ്ഫോമർ അത് ലോഡ് ചെയ്തപ്പോൾ അയൺ ലോസ് എന്നുള്ളത് 500 വാട്ട്സ് ആണ്. എന്താണ് അയൺ ലോസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ 800 വാട്ട്സ് കാണാൻ കഴിഞ്ഞു. ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ഫുൾ ലോഡിലും ഹാഫ് ലോഡിലും യൂണിറ്റി പവർ ഫാക്ടറിലും 0.8 പവർ ഫാക്ടറിലും എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു 50 kVA ട്രാൻസ്ഫോമർ, അതിന്റെ അയൺ ലോസും തന്നിട്ടുണ്ട്, കോപ്പർ ലോസും തന്നിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 4 കണ്ടീഷനിലുള്ള എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാണ് 4 കണ്ടീഷൻ? ഒന്ന് ഫുൾ ലോഡ് ആയിരിക്കുമ്പോൾ, ട്രാൻസ്ഫോമർ ഫുൾ ലോഡ് ആയിരിക്കുമ്പോൾ, പിന്നെ ട്രാൻസ്ഫോമർ ഹാഫ് ലോഡ് ആയിരിക്കുമ്പോൾ, പിന്നെ യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കുമ്പോൾ, പിന്നെ 0.8 പവർ ഫാക്ടർ ആയിരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ 1, 2, 3, 4 ഈ 4 കണ്ടീഷനിലുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ V2I2 cos y ഡിവൈഡ് ബൈ V2I2 cos y P1 PC ഇൻറ്റു 100 ഗുണം 100 എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഗ്രേഡ് ബി റിട്ടേണിന്റെ ക്ലാസ് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോഴും മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, പലരും ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാല്യൂസ് നോക്കാം. അപ്പൊ കോസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പവർ ഫാക്ടർ ആണ്, പവർ ഫാക്ടർ. അതുപോലെ V2I2 എന്ന് പറഞ്ഞാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണല്ലോ പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ വോൾട്ടേജ് ഗുണം കറണ്ട്, അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് ആണത്. 50 kVA എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് P1ഉം PI എന്നുള്ളതാണ് കേട്ടോ. PI യും PC. ഈ PI എന്നുള്ളതാണ് നമ്മുടെ അയൺ ലോസ് ആണ്, അയൺ ലോസ്. അതുപോലെ PC എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്പർ ലോസ് ആണ്, കോപ്പർ ലോസ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? എന്താണ് ഈ അയൺ, എന്താണ് ഈ കോപ്പർ? ഈ അയൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ട്രാൻസ്ഫോമറിൽ അയൺ വരുന്നത് എവിടെയാണ്? ട്രാൻസ്ഫോമറിന്റെ കോറാണ്, കോർ അല്ലെ, കോറാണ്. നമ്മൾ ട്രാൻസ്ഫോമർ അതിന്റെ വൈൻഡിങ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു ട്രാൻസ്ഫോമർ, അപ്പൊ ഈ കോറിലാണ് വൈൻഡിങ് ചുറ്റിയിരിക്കുന്നത് അല്ലെ, ഈ കോറിലാണ് വൈൻഡിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാഗ്നറ്റിക് ഫൈ എന്ന് പറയും അല്ലെ, മാഗ്നറ്റൈസിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് കോർ എന്ന് പറയുന്നത്, കോറ്. ഇത് വൈൻഡിങ്, വൈൻഡിങ് എന്ത് മെറ്റീരിയലാണ്? കോപ്പർ വൈൻഡിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കോറാണ്. ഇത് ഈ കോറിലാണ് നമ്മൾ ഇതിന്റെ വൈൻഡിങ് ചുറ്റിയേക്കുന്നത്. ലാമിനേറ്റഡ് കോറാണ് വരുന്നത്. നമ്മൾ അതിന്റെ ക്ലാസിന്റെ തിയറി എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഇമേജ് ഒക്കെ സഹിതമാണ്, സൈറ്റ് ഇമേജ് സഹിതമാണ് ക്ലാസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലായത്. പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ അകത്തേക്ക് ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് കാര്യം പറയുന്നുള്ളൂ. അപ്പൊ ഈ മാഗ്നറ്റൈസിങ് കോറിൽ വരുന്ന ലോസിനെയാണ് അയൺ ലോസ് എന്ന് പറയുന്നത്. അതാണ് PI എന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ PC എന്ന് പറഞ്ഞാൽ കോപ്പർ ലോസ്. കോപ്പർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്. ട്രാൻസ്ഫോമറിൽ നമ്മൾ U1 V1 W1 അതുപോലെ U2 V2 W2 എന്ന് പറഞ്ഞിട്ട് RYB, അതിന് ട്രാൻസ്ഫോമർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് UVW എന്ന് പറഞ്ഞ ലെറ്റർ ആയിരിക്കും. U1 V1 W1 എന്ന് പറഞ്ഞാൽ പ്രൈമറി വൈൻഡിങ്ങും U2 V2 W2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ്ങും ആണ് ഉദ്ദേശിക്കുന്നത്. 2N എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വൈൻഡിങ് കാരണം കോപ്പർ വൈൻഡിങ്ങിലുള്ള ലോസ് ആണ് കോപ്പർ ലോസ്. കോർ ലോസ് എന്ന് പറഞ്ഞാൽ അയൺ കോറിൽ വരുന്ന മാഗ്നറ്റൈസിങ് ലോസ് ആണ് കോർ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിപ്പോ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ 50 kVA എന്നുള്ള ഇതാണ് നമ്മൾ വോൾട്ട് ആംപിയറിലേക്ക് മാറ്റാൻ വേണ്ടി ഇൻറ്റു 1000 10⁻³ ചെയ്തു. പിന്നെ പവർ ഫാക്ടർ യൂണിറ്റ്, നമ്മളിപ്പോ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എഫിഷ്യൻസി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. എഫിഷ്യൻസി അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. ഇപ്പൊ യൂണിറ്റി പവർ ഫാക്ടർ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളെ യൂണിറ്റി പവർ ഫാക്ടർ എന്നുള്ളതാണ് ഈ 1 കൊടുത്തേക്കുന്നത്. അതുപോലെ 50 kVA അല്ലേ, അപ്പൊ അതിനെ വോൾട്ട് ആംപിയറിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റു 10⁻³ ഇൻറ്റു 1000 എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. KVA വോൾട്ട് ആംപിയറിലേക്ക് മാറ്റാൻ. പിന്നെ ഇവിടെ ഒരു 1000 വന്നിട്ടുണ്ട്, ഇത് എറർ ആണ്, അത് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ V2I2 cos y ആയി. ദെൻ V2I2 cos y ഹരണം വന്നു. അപ്പൊ അതും 50 kVA അതിനെ വോൾട്ട് ആംപിയറിലേക്ക് മാറ്റാൻ ഗുണം 10⁻³ പിന്നെ യൂണിറ്റി പവർ ഫാക്ടറിന്റെ 1 ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ PI PC അത് തമ്മിലുള്ള അഡീഷണൽ ആണ്. അപ്പൊ PI എന്ന് പറഞ്ഞത്
500 അയൺ ലോസ് 500, കോപ്പർ ലോസ് 800 ആണ് തന്നേക്കണേ. അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഗുണം 100 ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 97.46%. അതാ എന്താണ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി ആണ് ഇവിടെ യൂണിറ്റി പവർ ഫാക്ടറിൽ. അതില് പിന്നെ അടുത്ത നമുക്ക് കണ്ടുപിടിക്കുന്നത് കോപ്പർ ലോസ് അറ്റ് ഹാഫ് ലോഡ്. അപ്പോൾ ഹാഫ് ലോഡ് ആയതുകൊണ്ട് തന്നെ 1/2² ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ചെയ്യുന്നു. അപ്പൊ ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് പറഞ്ഞാൽ 800 ആണ്. അപ്പൊ അതിന്റെ 1/2² ആണ്. അപ്പൊ അതുകൊണ്ട് ഹരണം 4 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 1ന്റെ സ്ക്വയർ 1 തന്നെ. 800/4 200 വാട്ട്സ് ആണ് നമ്മുടെ ഹാഫ് ലോഡിലുള്ള കോപ്പർ ലോസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എഫിഷ്യൻസി അറ്റ് ഹാഫ് ലോഡ് യൂണിറ്റി പവർ ഫാക്ടർ ഫുൾ ലോഡ് എഫിഷ്യൻസി. അപ്പൊ ആ വാല്യൂസ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 ഹാഫ് ലോഡ് ആയതുകൊണ്ട് 50/2 ചെയ്തു.